السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഹജ്ജിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആത്മാവിനെ കുറിച്ച് എന്തിനാണ് നമ്മുടെ സംസാരം എന്നായിരുന്നു. ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, മഖാസിദുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച മഖ്സദുകളിലെ ഒന്നാമത്തേത്, ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളിലെ ഒന്നാമത്തേതിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ലക്ഷ്യം തഹ്ഖീഖു തൗഹീദ് എന്നതാണ്. തഹ്ഖീഖു തൗഹീദ്, നമ്മുടെ തൗഹീദ് പരിപൂർണമാക്കൽ, നമ്മുടെ തൗഹീദിനെ ഉറപ്പിക്കൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഹജ്ജിൻ്റെ ഓരോ ലക്ഷ്യങ്ങളെയും നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കുമ്പോൾ വളരെ സുപ്രധാനമായ 3 കാര്യങ്ങളിലൂടെ നാം കടന്നു പോകും. ഒന്നാമത്തേത്, എന്താണ് ആ കാര്യം എന്നത്, എന്താണ് അതിൻ്റെ ആശയം, അതിൻ്റെ പ്രാധാന്യം എന്താണ്. ഇപ്പോൾ തഹ്ഖീഖു തൗഹീദ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തൗഹീദ് പൂർത്തിയാകേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന്. രണ്ടാമത്തേത്, ഹജ്ജ് നിർവഹിക്കുന്നതിൽ അതിൻ്റെ സ്ഥാനം, അഥവാ ഈ തഹ്ഖീഖു തൗഹീദ്, തൗഹീദ് പൂർത്തിയാവുക എന്ന ഈ ലക്ഷ്യം ഹജ്ജിൽ എവിടെയൊക്കെ പ്രകടമാണ്, എങ്ങനെയാണത് പൂർത്തിയാവുക എന്നത്. മൂന്നാമത്തേത്, ഈ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലെങ്കിൽ, നടന്നിട്ടില്ലെങ്കിൽ, ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നാം അശ്രദ്ധരായി പോയാൽ എന്താണ് നമുക്ക് സംഭവിക്കുക എന്ന്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഓരോ ലക്ഷ്യവും വിശദീകരിക്കുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തേത് തൗഹീദാണ്. തൗഹീദ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്തിനു സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ റബ്ബ് നമ്മൾ സൃഷ്ടിച്ചത് ഒരൊറ്റ കാര്യത്തിന് മാത്രമാണ്. നിങ്ങൾ ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, അധ്യാപകനാകാം, ഒരു ബിസിനസ് പേഴ്സൺ ആകാം, എന്തുമാകാം. പക്ഷെ ഇതിനൊന്നുമല്ല നിങ്ങൾ സൃഷ്ടിച്ചത്. നിങ്ങൾ സൃഷ്ടിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ആ ഉദ്ദേശം തഹ്ഖീഖു തൗഹീദാണ്, തഹ്ഖീഖുൽ ഉബൂദിയ്യയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കണം, അതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ആരായാലും ശരി, ഞാൻ എന്തായാലും ശരി, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അള്ളാഹു വിരോധിക്കാത്ത ഏത് വഴികളിലൂടെയും നമുക്ക് കടന്നു പോകാം, ഏത് പൊസിഷനുകളിലൂടെയും നമുക്ക് കടന്നു പോകാം, ഏത് പ്രൊഫഷനും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അവിടേക്ക് എന്ത് വേണം? അൽ ഉബൂദിയ്യത്തു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് വേണം. സഹോദരങ്ങളെ, ഈ തൗഹീദ്, ഈ അള്ളാഹുവിനുള്ള അങ്ങേയറ്റത്തെ വിധേയത്വം, ഈ അള്ളാഹുവിനെ ഉൾക്കൊള്ളുക എന്നത്, ഇതിനു വേണ്ടിയാണ് പ്രവാചകന്മാർ മുഴുവൻ വന്നത്, ഇതിനു വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ വന്നത്, ഇതിനു വേണ്ടിയാണ് അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്, ഇതിനു വേണ്ടിയായിരുന്നു ജിഹാദ്. നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ അള്ളാഹുവിന്റെ പാർട്ടിയും ശൈത്താന്റെ പാർട്ടിയും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തത് ഈ തൗഹീദിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ അതിൻ്റെ ഒരു മുഖവുര പറയേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ മുഖവുരയായി ഞാൻ പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, തൗഹീദ് എന്നത് നമ്മുടെ മതനിയമങ്ങളുടെ അടിസ്ഥാനം തൗഹീദാണ്. പ്രവാചകന്മാരുടെ സന്ദേശത്തിന്റെ കാതൽ തൗഹീദാണ്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ കേന്ദ്രബിന്ദു തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ഭാഷ വിശുദ്ധ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നൂഹ്, ഹൂദ്, സാലിഹ്, ലൂത്ത്, ശുഐബ്, മൂസ അലൈഹിമുസ്സലാം, ഇതല്ലാത്തവരുമായ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും പറയുന്നിടത്ത് കാണാം അവരവരുടെ അനുയായികളോട്, ജനങ്ങളോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുവില്ല, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ അല്ലാഹുവിനെ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇബാദത്ത്. തൗഹീദ് അതാണല്ലോ.
ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ്. അതാണ് തൗഹീദിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നത്. ഇതിനാണ് പ്രവാചകന്മാർ ഒഴുകുന്നത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു പറയാണ്, നാം എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാ? ഈ ഒരു കാര്യം പറയാൻ. അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇബാദത്ത്. അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ വെടിയണം. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, തൗഹീദാണ് യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിൽ നമ്മളെ വേർതിരിക്കുന്നത്. തൗഹീദാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ നമ്മളെ വേർതിരിക്കുന്നത് തൗഹീദാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അതാണല്ലോ തൗഹീദിന്റെ നേരെ വിരുദ്ധം. അത് തീർച്ചയായും അള്ളാഹു പൊറുക്കുകയില്ല. അതല്ലാത്തതൊക്കെ അള്ളാഹു പുറത്തു തരും. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മാർഗം നിശ്ചയിക്കുന്നത് സഹോദരങ്ങളെ ഒരേ കാര്യമാണ്, രണ്ടാമത്തെ കാര്യമല്ല. ഒരേ കാര്യം. ഒന്നുകിൽ നരകം, ഒന്നുകിൽ സ്വർഗം. ഇതാരാ നിശ്ചയിക്കുന്നത്? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമാണ്. വമഅവാഹു അന്നാർ, നരകമായിരിക്കും അവന്റെ സങ്കേതം. വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഇത്തരം അക്രമികൾക്കൊരു സഹായവും ഉണ്ടാവുകയില്ല. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ വിശ്വാസപരമായ ഗ്രന്ഥങ്ങൾ പരിശോധിക്കൂ. അഇമ്മത്തുകളെ പരിശോധിക്കൂ. അഇമ്മത്തുകളുടെ മഹാന്മാരായ അഇമ്മത്തുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കൂ. അവരൊക്കെ വളരെ പ്രാധാന്യപൂർവം രേഖപ്പെടുത്തിയത്, എഴുതിയത് ഈ തൗഹീദിനെ കുറിച്ചാണ്. കാരണം ഈ തൗഹീദാണ് സഹോദരങ്ങളെ, ഈ തൗഹീദാണ് അടിസ്ഥാന വിഷയം. സർവശക്തനായ അള്ളാഹുവിന്റെ ഏകത്വം, ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന്റെ അച്ചുതണ്ട് അതാണ്. ഭൂമിയിലെ ജീവിതത്തിന്റെ മൂലക്കല്ല് അതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. നമ്മുടെ ഹൃദയം, നമ്മുടെ ബാഹ്യ പ്രവൃത്തികൾ, നമ്മുടെ ആന്തരിക അസ്തിത്വം, ഇതൊക്കെ ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിന് കീഴടങ്ങേണ്ടതാണ് എന്ന്. ആ തൗഹീദ് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അള്ളാഹുവുമായുള്ള ബന്ധമാണ്. അള്ളാഹുവുമായി ബന്ധം. അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ആരെയും സ്നേഹിക്കാതിരിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുക. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുക. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് പോലെ മറ്റാരെയും ഭരമേൽപ്പിക്കാതിരിക്കുക. അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുക, തേട്ടം നടത്തുക. ഇതുപോലെ മറ്റാരോടും സഹായം ചോദിക്കാതിരിക്കുക. അഥവാ തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ മാത്രം നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുക എന്നതാണ്. ഇത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹുബ്ബാകാം, ഖൗഫാകാം, റജാ ആകാം, തവക്കുലാകാം, ഇസ്തിആനത്താകാം, ഇസ്തിഗാസത്താകാം. സ്നേഹം, ഭയം, പ്രത്യാശ, ആശ്രയം, സഹായം തേടൽ, പ്രാർത്ഥന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ, ഇതൊക്കെ അള്ളാഹുവിനോട് മാത്രം. അതാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം തിരിയുക, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ മാത്രം അഭയം തേടുക. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കുക എന്നതിന്റെ ലക്ഷ്യം. ഇതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ള മുഖവുര. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മൾ ഹജ്ജിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. നോക്കൂ, തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹു കഅബ പണിയിപ്പിച്ചത്. തൗഹീദിന് വേണ്ടി, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കഅബാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സൂറത്തു ഹജ്ജിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തിനാ നാം മക്കാനുൽ ബൈത്ത്, ബൈത്തുണ്ടാക്കേണ്ട സ്ഥലം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നിർണയിച്ചു കൊടുത്തു എന്ന് പറയുന്നു. എന്തിനാണത്? അല്ലാ തുശ്രിക് ബി ശൈഅ, അതിനു വേണ്ടിയാണ്. എന്തിനാ ഈ വീടുണ്ടാക്കിയത്? അല്ലാ തുശ്രിക് ബി ശൈഅ,
എന്നിൽ ഒരു തരത്തിലുള്ള പങ്കും ചേർക്കാതിരിക്കണം എന്ന സത്യം പറയാൻ വേണ്ടി, അത് സ്ഥാപിക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറഞ്ഞു വതഹിർ ബൈതിയ ലിത്തായിഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. നമസ്കരിക്കുന്നവർക്ക്, റുക്ഉ ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക്, തവാഫ് ചെയ്യുന്നവർക്ക് എൻ്റെ വീടിനെ നീ പരിശുദ്ധമാക്കി വെക്കണം, വൃത്തിയാക്കി വെക്കണം. എന്താണ് ഇവിടെ തത്ഹീർ എന്ന് പറഞ്ഞാൽ? നോക്കൂ, തത്ഹീറിന് രണ്ട് വശമുണ്ട്. അത്തത്ഹീറുൽ ഹിസ്സി വത്തത്ഹീറുൽ മഅനവി. അത്തത്ഹീറുൽ മഅനവി, അത്തത്ഹീറുൽ ഹിസ്സി എന്ന് പറയുന്നത് അവിടെയുള്ള സ്ഥലത്തിന്റെ വൃത്തിയാണ്, ശുദ്ധിയാണ്, ക്ലീൻ ആയിരിക്കണം എന്നർത്ഥം. രണ്ടാമത്തേത് മഅനവി, അതാണ് പ്രധാനം. അതെന്താണ്? അത് തൗഹീദല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ഭവനം വിശുദ്ധമായിരിക്കണം. പരിപൂർണമായ തൗഹീദ് മാത്രം പറയാൻ, അതിന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മാത്രമായിരിക്കണം. അവിടെ ശിർക്ക് പാടില്ല. അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും നമ്മൾ ബന്ധപ്പെട്ടുകൂടാ. നാം അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും നാം അഭയം തേടിക്കൂടാ. ഇത്തരത്തിലുള്ള ഒരു പരമമായ ശുദ്ധീകരണം, അതാണ് വതഹിർ ബൈതിയ ലിത്തായിഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കൂ, ഇത് എപ്പോഴാണ് അള്ളാഹു പറയുന്നത്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്നത് അതിന് ശേഷമാണ് പറയുന്നത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്നിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് ഇബ്രാഹിം ആ നിർമ്മാണം കഴിഞ്ഞു. ഇത് തൗഹീദിന് വേണ്ടിയുള്ള ഗേഹമാണ്. ഇവിടെ ശിർക്കില്ലാത്ത ഗേഹമാകണം ഇത്. അതുകൊണ്ട് നീ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക എന്ന് പറയും. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഈ കഅബ പോലും നിർമ്മിച്ചത്, നമ്മൾ ഹജ്ജിന് വേണ്ടി പോയാൽ അതിന്റെ ഓരത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇത് ആലോചിക്കണം. ഈ ബിൽഡിംഗ് പോലും എന്തിനുള്ളതാ? തൗഹീദിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുമായി മാത്രം ബന്ധപ്പെടണം. അള്ളാഹുമായി മാത്രമായിരിക്കണം നാം നമ്മുടെ ഹൃദയത്തെ കെട്ടിയിടേണ്ടത്. അതാണ്. നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ തവാഫിൽ കാണുന്നത് ആ തൗഹീദിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? തൗഹീദ് ഏകത്വമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? ഒരു മുസ്ലിമായ മനുഷ്യന് ഇസ്ലാമിക ശരീഅത്തിൽ ഈ കഅബയെ അല്ലാതെ മറ്റൊരു ഗേഹത്തെ തവാഫ് ചെയ്യാനില്ല. ഇല്ല, ഏകം തവാഫ് ഈ ഏകമായ കഅബക്കാണ്. എന്തുകൊണ്ടാ സഹോദരന്മാരെ? അവിടെ തഹ്ഖീഖു തൗഹീദ് ഉണ്ട്. ഈ ഇബാദത്ത്, തവാഫ് എന്ന ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട തവാഫ്, അള്ളാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന ഇബാദത്ത്, അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഏക സ്ഥലത്തേ ഉള്ളൂ. വേറെ ഒരു പള്ളിയിലോ വേറെ ഒരു മന്ദിരത്തിലോ മുസ്ലിമിന് തവാഫില്ല. നോക്കൂ, അത് ഇവിടെ തന്നെ വന്ന് ചെയ്യണം. അതാണ് ഇതിലെ ഏകം എന്ന് പറയുന്നത്. സദഖയും സലാത്തും സൗമും ദുആഉം സക്കാത്തും ഒക്കെ നമുക്ക് എവിടെ വെച്ചും നിർവഹിക്കാം. എന്നാൽ ഈ തവാഫ് ഇവിടെ വന്ന് മാത്രമേ നിർവഹിക്കാവൂ. അപ്പോ ആ ഒരു ഏകത്വം, ഏകമായ സ്ഥലം, തവാഫിനുള്ള ഏകമായ സ്ഥലം, അത് ഈ കഅബ മാത്രമാണ്. നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ. നോക്കൂ, കഅബയിലേക്ക് നാം തിരിഞ്ഞു നിൽക്കുന്നു നമസ്കാരത്തിൽ, അല്ലെ? അല്ലെങ്കിൽ ദുആയിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദുആക്ക് ഏറ്റവും നല്ലത് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യലാണ്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? നാം ദുആ ചെയ്യുമ്പോൾ, നാം ചോദിക്കുമ്പോൾ, നാം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് മറ്റൊന്നിലും കെട്ടിയിടപ്പെട്ടുകൂടാ എന്നതുകൊണ്ടാണത്. മറ്റൊന്നിലും കെട്ടിയിടപ്പെട്ടുകൂടാ. നാം ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കണം. നാം സഹായം ചോദിക്കേണ്ടത്, നാം ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത ആർക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. ഒരു ഉപകാരവും ചെയ്യാൻ അള്ളാഹു അല്ലാത്ത ആർക്കും സാധ്യമല്ല. നമ്മിൽ നിന്ന് ഒരു ഉപദ്രവവും നീക്കിക്കളയാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് അവിടെയൊക്കെ നമ്മൾ അല്ലാഹുമ്മ 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 എന്ന് പറഞ്ഞ് കൈ ഓർത്തുമ്പോൾ നമ്മൾ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു തൗഹീദിന്റെ ഭാഗമായാണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ രീതിയിൽ എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു ഇങ്ങനെയാണ് അള്ളാഹുവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ഹജ്ജിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹജ്ജ് എന്തായിരിക്കും? ഹജ്ജ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ഹജ്ജിൽ നാം വരുന്നത് അള്ളാഹുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കാനുള്ള അതിശക്തമായ ഒരു സംഗതിയുമായിട്ടാണ്. അതുകൊണ്ടാണ് കഅബ അതിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത്. മൂന്നാമതായി നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു മുഖവുര എന്ന നിലക്കാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 8-ാം വർഷം ഹജ്ജ് ചെയ്തില്ല. നമ്മൾ ശ്രദ്ധിക്കണം അത്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 8-ാം വർഷം ഹജ്ജ് ചെയ്തില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9-ാം വർഷവും ഹജ്ജ് ചെയ്തില്ല. നബി ഹജ്ജ് ചെയ്തത് 10-ാമത്തെ വർഷമാണ്.
ഹജ്ജത്തുൽ വദാ ആയിരുന്നു അത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരുന്നു അത്? എന്തുകൊണ്ടാണ് മക്ക വിജയിച്ചടക്കിയ ശേഷമുള്ള വർഷങ്ങളിലൊന്നും തിരുമേനി ഹജ്ജിന് പോകാതിരുന്നത്? എന്തുകൊണ്ട് 10ാമത്തെ വർഷം മാത്രം ഹജ്ജിന് പോയി? അതൊരു ഒരുക്കമായിരുന്നു. എന്തായിരുന്നു ഒരുക്കം എന്നറിയാമോ? അത് ആ കഅബയുമായി ചുറ്റിപ്പറ്റിയുള്ള കഅബക്കകത്തും പുറത്തുമുള്ള സകല ശിർക്കിന്റെ സിംബലുകളും ഒഴിവാക്കി തൗഹീദിന് വേണ്ടി മാത്രം എന്നിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹജ്ജ് ചെയ്യാവൂ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വർഷം ആമുൽ വുഫൂദ് 9ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജിന്റെ നായകനായി പറഞ്ഞയച്ചു. എന്നിട്ട് അവിടെ എത്തിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം അതിമനോഹരമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചില ആളുകളെ നിയോഗിച്ചു. എന്തിന്? ആ കൊല്ലം 9ാമത്തെ വർഷം വിളിച്ചു പറയാൻ. അറിയണം, ഈ വർഷം അല്ലാ യഹുജ്ജ ബഅദ ഹാദൽ ആമി മുശ്രിക് വലാ യതൂഫ് ബിൽ ബൈത്തി ഉറിയാൻ. ഭയങ്കര പ്രഖ്യാപനമായിരുന്നു അത്. ഈ വർഷത്തിന് ശേഷം ഇനി മുശ്രിക് ഹജ്ജ് ചെയ്യാൻ പാടില്ല. ശിർക്കിന്റെ ഹജ്ജ് ഇനിയില്ല. ഈ ബൈത്ത് കഅബ ഒരിക്കലും നഗ്നനായി ഇനി തവാഫ് ചെയ്തുകൂടാ. അങ്ങനെയായിരുന്നു. മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു, നമുക്കറിയാം. മുശ്രിക്കുകൾ തവാഫ് ചെയ്തിരുന്നത് നഗ്നരായിട്ടായിരുന്നു, നമുക്കറിയാം. അത് പ്രഖ്യാപിച്ചു. എന്താ ഇവിടെ എന്തിന്റെ പ്രഖ്യാപനമാണിത്? ഇത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ശിർക്കിൽ നിന്നിതാ കഅബാലയം പൂർണ്ണമായി പരിശുദ്ധമാവുകയാണ് എന്ന പ്രഖ്യാപനം. ഇതാ വിശ്വാസികളെ, നമ്മുടെ ഹൃദയം ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്, നമ്മളുടെ ഹൃദയം ഇനി ഹജ്ജിന് വരുന്നതോടുകൂടി തൗഹീദിന്റെ ഹൃദയമായി മാറണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മത്തിന് തൗഹീദ് പരിപൂർണമാകണം എന്നതായിരുന്നു. സഹോദരന്മാരെ, ഹജ്ജിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. തൗഹീദ് വ്യക്തമാകൽ. നോക്കൂ, ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞത് മുതൽ തൽബിയത്ത് ചൊല്ലുമ്പോ, തൽബിയത്ത് പ്രഖ്യാപിക്കുമ്പോ, കഅബക്ക് തവാഫ് ചെയ്യുമ്പോ, സഅയ് ചെയ്യുമ്പോ എല്ലായിടത്തും തൗഹീദാണ്. ഓരോ ഘട്ടത്തിലും ഈ തൗഹീദ് പ്രകടമാകണം. അള്ളാഹു അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മിൽ നിന്ന് ആ തൗഹീദിന്റെ പ്രഖ്യാപനം ഉണ്ടാകണം. ആദ്യം മുതൽ അവസാനം വരെ അത് വേണം. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞത് മുതൽ അവസാനത്തെ കർമ്മം വരെ അതുണ്ടായിരിക്കണം. ഓരോ ഘട്ടത്തിലും തൗഹീദ് പ്രകടമാകണം. ആ പ്രകടമാവുക എന്നത് ഹജ്ജിൽ വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. ഇത് നാം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം സഹോദരന്മാരെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും പ്രധാനമായ മുഖവുര എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എങ്ങനെയാണ് സഹോദരന്മാരെ ഹജ്ജിൽ തൗഹീദ് പൂർത്തിയാവുക? എങ്ങനെയാണ് ഹജ്ജിൽ തൗഹീദ് പ്രകടമാവുക? നമ്മൾ ഓർക്കണം, ഇത് ഒരു സാധാരണ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്ത ആ വർഷം നബി ജനങ്ങളോട് പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന്. നോക്കൂ, സ്റ്റെപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കുകയാണ്. സ്റ്റെപ്പായി നബിയുടെ കൂടെ 1,20,000 സഹാബത്ത് ഹജ്ജ് ചെയ്തു. അവരുടെ ഓരോ നോട്ടവും റസൂലുള്ളയിലേക്കായിരുന്നു. അവര് റസൂലുള്ളയെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി റസൂലിനെ അനുഗമിക്കുകയായിരുന്നു. എന്തിനായിരുന്നു? അത്തരത്തിലുള്ള ഒരു ശ്രദ്ധാകേന്ദ്രമായി റസൂല് ആ സഹാബത്തിനെ മുഴുവൻ അനുഗമിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കണം, എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. നോക്കൂ, നബി പുറപ്പെടുന്നതിന് മുമ്പ് നബി മദീനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ഥലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ അയച്ചു. ഇതാ, ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, എന്റെ കൂടെ നിങ്ങൾ ഹജ്ജിന് വരണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു അത്? അതൊരു വലിയ സംഭവമായിരുന്നു. അത് ശരിക്കും നമുക്ക് ഹജ്ജിന്റെ ഓരോ രംഗങ്ങളിലും കാണാം. എന്തിന്? അത് പരിപൂർണമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പരിപൂർണമാക്കിയിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ വെച്ചല്ലേ പ്രഖ്യാപനം ഉണ്ടായത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും. നിങ്ങൾ ആലോചിക്കണം,
അവിടെ വെച്ചാണ് അത് ഇറങ്ങുന്നത്. ഹജ്ജിൽ വെച്ച് ഇതാ ഹജ്ജോടുകൂടി നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന്. ഇത് നമുക്ക് ഹജ്ജിന്റെ ഓരോ രംഗങ്ങളിലും കാണാം. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എവിടെയൊക്കെയാണ് നമ്മുടെ തൗഹീദ് പൂർത്തിയാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് തൗഹീദ് പൂർത്തിയാകണം എന്നതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനം നമ്മൾ ഓർക്കേണ്ടത്, ആ തൗഹീദ് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് കൊണ്ട് ലഭിക്കുന്ന സ്വർഗം എന്ന സമ്മാനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ രംഗം ഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇഹ്റാമിലൂടെയാണല്ലോ. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണല്ലോ. അതിൽ നമുക്ക് ശരിക്ക് ഈ തൗഹീദ് ഉറപ്പിക്കുന്നത് കാണാം. നോക്കൂ, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രവേശിക്കുന്നതോടു കൂടി നാം ഹജ്ജിന്റെ ഒരു വലിയ ചിഹ്നം മുഴക്കുന്നുണ്ട്. എന്താണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്താണ് ആ വാക്കുകളിലൂടെ ഉറ്റി ഉറ്റി വീഴുന്നത് എന്ന്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക്. തൗഹീദ് അവിടെയാണ്. തൗഹീദ് അവിടെയാണ്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഈ വിധത്തിൽ വിളിക്കുത്തരം നൽകി വരാൻ ഞങ്ങൾക്ക് വേറെ ഇടമില്ല. ഇത്ര ഞങ്ങൾ മറ്റൊരിടത്തേക്കും ആഗ്രഹിച്ചു പോകാറില്ല. ഇത്ര മറ്റൊരിടത്തേക്കും ഞങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി വരാറില്ല. എന്നിട്ട് തൗഹീദ് സ്ഥാപിക്കാണ്. ലാ ശരീക ലക്. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. ഒന്നാമത്തെ രംഗം അതാണ്. ഇങ്ങനെയല്ലാതെ ഒരു മനുഷ്യനും ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഈ പ്രഖ്യാപനമില്ലാതെ ഒരാൾക്കും ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കൂ, എത്ര തവണയാണ് ഇത് പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക്. വീണ്ടും ലബ്ബൈക്, അല്ലെ? അവിടെ കൃത്യമായി പറഞ്ഞു, ഇല്ല. ഇത് പറയാതെ അല്ലാഹുവേ നിനക്ക് ശരീക്കില്ല, നിനക്ക് പങ്കുകാരനില്ലെന്ന് പറയാതെ ഒരു മനുഷ്യന് ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. നോക്കൂ, അല്ലാഹുവേ നിനക്ക് മാത്രമാണ് സ്തുതി. ഈ നിഅമത്തുകളുടെയൊക്കെ ഉടമ നീ മാത്രമാണ്. നിനക്ക് മാത്രമാണ് ഉടമാവകാശമുള്ളത്. എന്നിട്ടും പറയുന്നു ലാ ശരീക ലക്. തൗഹീദ് പൂർത്തിയാകുകയാണ്. നോക്കൂ, ഇത് ഇസ്ലാമിലെ ഈ തൽബിയത്ത് വെറുതെ വന്നതാണോ സഹോദരങ്ങളെ? അങ്ങനെ നമ്മൾ വിചാരിച്ചോ? ഈ തൽബിയത്ത് ഇത് ഹജ്ജിന് പോകുന്നവന്റെ സമയം എൻഗേജ് ചെയ്യാനുള്ള ഒരു മുദ്രാവാക്യമാണോ? അല്ല. ഇന്ന് നമ്മൾ കാണുന്ന അതാണ്. ആൾക്കാരിങ്ങനെ ഉറക്കെ ഒരാള് വിളിക്കും, മറ്റാളുകളൊക്കെ വിളിച്ചുറക്കെ പറയും മുദ്രാവാക്യം. നോ, ഇതല്ല. ഇത് സത്യത്തിൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന്റെ ആശയം മനസ്സിലാക്കി ഇത് ആവർത്തിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളു വിറക്കും, നമ്മുടെ ശരീരം വികാരം കൊള്ളും. ഇല്ലേ? നമ്മൾ പറയുകയാണ്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. നാഥാ, നിന്നിൽ നിന്നല്ലാതെ എനിക്കൊരു അനുഗ്രഹവുമില്ല, നിന്റെ അനുഗ്രഹമല്ലാതെ ഒരു അനുഗ്രഹമില്ല. നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ ചിന്തിക്കണം. ഇത് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സമ്പത്ത്, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ അഴിച്ചു വെച്ച വസ്ത്രം, നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന വീട്, നമ്മുടെ സ്വത്ത്, നമ്മുടെ ജോലി, നമ്മുടെ പൊസിഷൻ, നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ അക്കൗണ്ടുകൾ, ഇതെല്ലാം ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എന്റേതല്ല. ശരിയാണ്. നിങ്ങളൊരു വലിയ കച്ചവടക്കാരനായിരിക്കാം, നിങ്ങളൊരു ബിസിനസ്സുകാരനായിരിക്കാം, നിങ്ങളൊരു സയന്റിസ്റ്റ് ആയിരിക്കാം. നിങ്ങൾ പറയും, ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചതാണ്, അല്ലെ, എൻ്റെ വിയർപ്പ് തുള്ളികളാണ് എൻ്റെ ബിസിനസ്സിലുള്ളത് എന്ന് നിങ്ങൾ ഒരു പക്ഷെ പറയും. പക്ഷെ തോന്നിയേക്കാം. പക്ഷെ ഓർക്കണം, അള്ളാഹുവിന്റെ ഫദ്ലില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഔദാര്യമില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടുമായിരുന്നില്ല. അള്ളാഹുവിന്റെ നിഅമത്തില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടുമായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ തൗഹീദ് ഏതാ? ഇതാണ് ശരിയായ തൗഹീദ്. നാം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ, ഇങ്ങനെയുള്ള ഇത് കേവലം, ഞാൻ പറഞ്ഞു, ഇത് കേവലം വാക്കുകളല്ല എന്ന്. ഇത് കേവലം വാക്കുകളല്ല സഹോദരങ്ങളെ. ഇത് പറയുന്നതോടുകൂടി എന്തൊരു വൈകാരികതയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ ഇന്ന് മഹാഭൂരിപക്ഷം ആളുകളെ നമ്മൾ കാണുക, ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഒരശ്രദ്ധയിലാണ്. തൽബിയത്ത് ചൊല്ലുന്നവർ തന്നെ ഒരു അശ്രദ്ധയിൽ ഇങ്ങനെ ചെയ്യുക. വലതും ഇടതും ഒക്കെ ഇങ്ങനെ നോക്കി, മേപ്പെട്ട് നോക്കി കാഴ്ച കണ്ട്. നോ, അതല്ല.
നിങ്ങൾ കേൾക്കണം, സൈനുൽ ആബ്ദീൻ ഇബ്നുൽ ഹുസൈൻ അദ്ദേഹം ഹജ്ജിന് വേണ്ടി വന്നു, റഹിമഹുല്ലാ. ഹജ്ജിന് വേണ്ടി വന്ന് അദ്ദേഹം ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അദ്ദേഹം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അദ്ദേഹം ബോധക്ഷയം സംഭവിച്ച് താഴെ വീഴുകയാണ്. ബോധം വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സംഭവിച്ചത് എന്ന്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അറത്തു അൻ ഉലബ്ബിയ ഫഖശിതു അൻ യഖൂല ലി ലാ ലബ്ബൈക വലാ സഅദൈക. ഞാൻ തൽബിയത്ത് ചൊല്ലാൻ ഒരുങ്ങുകയായിരുന്നു, അപ്പൊ എനിക്ക് ഭയമായി, എന്നോട് തിരിച്ചു പറയുമോ ഞാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു പോകുമോ ലാ ലബ്ബൈക വലാ സഅദൈക്, ഇല്ല നിന്റെ വിളി കേൾക്കുകയില്ല, നിനക്കുത്തരം നൽകുകയില്ല എന്ന് പറഞ്ഞു പോകുമോ എന്ന ഭയം. നിങ്ങൾ ആലോചിക്കൂ, ഈ ഒരു വൈകാരികതയാണ് ഹാജിമാർ അനുഭവിച്ചിരുന്നത്. അനുഭവിക്കേണ്ടതും അതാണ്. നാം ചോദിക്കണം നമ്മളോട്, നമുക്ക് ഇത്തരം ഒരു ചിന്ത വരുന്നുണ്ടോ, ഇത്തരം ഒരു സംസ്കരണം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ എന്ന്. സഹോദരന്മാരെ, ഇതാണ് വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഒരുപാട് ഹാജിമാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹജ്ജിന് പോകുന്നവർ, ഈ തൽബിയത്തിന്റെ ആശയം ഉൾക്കൊണ്ടവർ. അവര് തൽബിയത്ത് ചൊല്ലുന്നത് മുതൽ കഅബയിലെത്തുന്നത് വരെ, മീഖാത്ത് മുതൽ കഅബയിലെത്തുന്നത് വരെ കരഞ്ഞുകൊണ്ടിരിക്കും. അവരോർക്കുന്നത് എന്താണെന്നോ, കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് അല്ലാഹുവേ, ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി നീ എന്നെ തെരഞ്ഞെടുത്തില്ലേ, ഞാൻ എത്ര നിസ്സാരനാണ്, ഞാൻ എത്ര ദുർബലനാണ്, എന്നിട്ടും നിന്റെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീ എന്നെ തിരഞ്ഞെടുത്തില്ലേ നിന്റെ വീട്ടിലേക്ക് വിരുന്ന് വരാൻ, നിന്റെ വിരുന്നുകാരനായി വരാൻ. അള്ളാഹുവിനോടുള്ള ശൗഖ് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഖൗഫ് കൊണ്ട്, അള്ളാഹുവിനോടുള്ള റജാ കൊണ്ട് കരഞ്ഞു പോകും ഹാജി തൽബിയത്ത് ചൊല്ലുമ്പോ. ഇതാണ് സഹോദരന്മാരെ തഹ്ഖീഖു തൗഹീദ്. നമ്മൾ നോക്കണം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇത് നമുക്ക് വരുന്നുണ്ടോ എന്ന്. നോക്കൂ, നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മുടെ ഡ്രസ് അഴിച്ചു വെച്ചില്ലേ? അഴിച്ചു വെച്ചത് എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഴിച്ചു വെച്ചത് നമ്മുടെ പാപത്തിന്റെ ഡ്രസ്സുകളാ. ഇല്ല, എനിക്ക് ഇനി ഈ ഡ്രസ്സ് വേണ്ട, ഞാനിതാ താഅത്തിന്റെ, അല്ലാഹുവേ നിനക്ക് വിധേയമായി വരുന്നതിന്റെ ഡ്രസ്സാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അതാണ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. നോക്കൂ, നമ്മൾ എന്താണ് അവിടെ ഒഴിച്ചു വെക്കുന്നത്, മാറ്റിവെക്കുന്നത്? എല്ലാം മാറ്റിവെച്ചു അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊരു അണ്ടർവെയർ പോലും പാടില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാക്കണം, ഒന്നുമല്ലടോ നീ ഒന്നുമല്ല, നിന്റെ എല്ലാം നീ അഴിച്ചു വെക്കണം. നീ വളരെ പ്രധാനപ്പെട്ട നിന്റെ ഡ്രസ്സായി കരുതുന്ന നിന്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അഴിച്ചു വെക്കണം. നിന്റെ പ്രമാണിത്വത്തിന്റെ ഡ്രസ്സായ നിന്റെ കുത്ര, നിന്റെ തട്ടം നീ അഴിച്ചു വെക്കണം, നിന്റെ തൊപ്പി നീ അഴിച്ചു വെക്കണം. അഥവാ നിന്റെ നിഫാഖും നിന്റെ താന്തോന്നിത്വവും ഒക്കെ നീ അഴിച്ചു വെക്കണം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് ഖുശൂഅോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നോക്കൂ, അള്ളാഹുവിന് ചെയ്യുന്ന ആ ഒരു ഇബാദത്തിന്റെ അനുഭവം എന്തുമാത്രമാണ് എന്ന്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഇതോടുകൂടി നമ്മളെ തൗഹീദിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കണം, അതും ഇഹ്റാമുമായി ബന്ധപ്പെട്ടതാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് തൽബിയത്ത് ചൊല്ലാൻ നമ്മൾ ആരംഭിച്ചാൽ നിങ്ങൾ ആലോചിക്കൂ, പിന്നെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വാക്കാണ്. എന്താണ് ആ വാക്ക്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. മുറിയാതെ പറയുന്നു. ഏതുവരെ? ഉംറക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ കഅബാലയം കാണുന്നത് വരെ. ദുൽഹജ്ജ് 8 ഹജ്ജിന് വേണ്ടിയാണ് ഇഹ്റാം ചെയ്തത് എങ്കിൽ നമ്മൾ കല്ലെറിയുന്നത് വരെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിരന്തരം പറയണം, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക്. വേറൊരു പണിയില്ല. ഇതാണ് ഒരു ഹാജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇതിനേക്കാൾ വലിയ ഒരു ദിക്ർ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. തൽബിയത്തിനേക്കാൾ നല്ല ഒരു ദിക്ർ ഈ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഹാജിക്കില്ല. ഹത്താ മിൻ ഖിറാഅത്തിൽ ഖുർആൻ. മനസ്സിലാക്കണം, ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ മഹത്വമുള്ള ദിക്റാണ് എന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സമയത്തേ ഉള്ളൂ ആ ദിക്ർ. വേറൊരു സമയത്ത് തൽബിയത്തില്ലല്ലോ.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹീഹായ ഹദീസിൽ പറഞ്ഞു, അതാനി ജിബ്രീൽ ഫഅമറനി അൻ ആമുറ അസ്ഹാബി വമൻ മഇ അൻ യർഫഉ അസ്വാതഹും ബിത്തൽബിയ. ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് കൽപ്പിച്ചു, നീയും നിന്റെ കൂടെയുള്ള സഹാബത്തും തൽബിയത്ത് കൊണ്ട് ശബ്ദമുയർത്തണം എന്ന്. അവർ ശബ്ദമുയർത്തി. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, റൗഹായിലെത്തിയപ്പോ, റൗഹാ എന്ന് പറയുന്നത് മദീനയുടെ അടുത്ത സ്ഥലമാണ്. നബി ഹജ്ജിന് വരികയാണ്. റൗഹായിലെത്തിയതോടുകൂടി സുബ്ഹാനല്ലാഹ് വല്ലാത്ത അത്ഭുതമാണ് സംഭവിച്ചത്. റൗഹ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഏകദേശം 36 മൈൽ അകലെയുള്ള 37 മൈൽ അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ എത്തിയതോടുകൂടി സഹാബത്ത് വിശദീകരിക്കുന്നുണ്ട്, ആകെ അന്തരീക്ഷം മുഴുവൻ തൽബിയത്തായിരുന്നു. തൽബിയത്ത് ഉറക്കെ ചൊല്ലിയിട്ട് അവരുടെ കണ്ഠങ്ങൾ പൊട്ടിപ്പോയി. ആ ചക്രവാളങ്ങളിൽ മുഴുവൻ തൽബിയത്തിന്റെ ശബ്ദമുയർന്നു. സഹോദരന്മാരെ, ഇത് സത്യത്തിൽ ഇതൊരു ഒച്ചയല്ല, ഇതൊരു പ്രകടനമല്ല, മറിച്ച് ഇത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടതിൻ്റെ ആഴമാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുകയാണ്, അല്ലാഹുവേ ഇതാ ഞാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഞാനിതാ വന്നിരിക്കുന്നു. ഇത് ചക്രവാളങ്ങൾക്കിടയിലൂടെ ഭൂമിയെ ആകാശത്തേക്ക് നിറച്ചു കൊണ്ടുപോയി. അങ്ങനെ തൊണ്ടകളുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇതിൻ്റെ ആഴമേറിയ അർത്ഥം മനസ്സിലാക്കി ഹൃദയങ്ങൾ അത് ഉച്ചരിച്ച് പ്രതിധ്വനിച്ച് അവരുടെ ശബ്ദം നഷ്ടപ്പെടുന്നത് വരെ അവർക്കുള്ളതെല്ലാം ഉപയോഗിച്ച്, മുഴുവൻ എനർജി ഉപയോഗിച്ച് അവർ വിളിച്ചു പറഞ്ഞു തൽബിയത്ത്. സഹോദരിമാരെ, ഈ അർത്ഥത്തിൽ അവർ ജീവിച്ചു. നിങ്ങൾ ആലോചിക്കൂ, ഇത് കേവലം മുദ്രാവാക്യമല്ല, മറിച്ച് അവര് ഇത് ജീവിത ഭാഗമാക്കി. അവരുടെ ഹൃദയം അങ്ങനെയായിരുന്നു. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഒരാൾ സമയവ്യത്യാസമില്ലാതെ രാവിലെ ആയാലും വൈകുന്നേരമായാലും രാത്രിയായാലും ഇരിക്കായാലും കിടക്കുകയാണെങ്കിലും വാഹനത്തിൽ കയറിയാലും നടന്നു പോകുകയാണെങ്കിലും ഒക്കെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നോക്കൂ, ഇതെന്താണ് പറയുന്നത് നമ്മളോട്? നോക്കൂ, നീ പ്രഖ്യാപിക്കടാ, നിന്റെ തൗഹീദ് പൂർത്തിയാകട്ടെ, നിന്റെ തൗഹീദ് ശരിയാകട്ടെ, നിനക്ക് വേറൊന്നും പാടില്ല. അതാണ്. നോക്കൂ, മൂന്നാമത്തെ രംഗം, തൗഹീദ് പ്രകടമാകുന്ന ഹജ്ജിൽ പ്രകടമാകുന്ന മൂന്നാമത്തെ രംഗം. അവന് മക്കയിലെത്തി തവാഫ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, തവാഫുൽ ഉംറ, ഏത് തവാഫായാലും, തമത്തു ആണെങ്കിൽ അവൻ ഉംറയ്ക്ക് വേണ്ടിയുള്ള തവാഫാണ് ചെയ്യുന്നത്. ഇനി ഖാരിനാണെങ്കിൽ അവൻ തവാഫുൽ ഖുദൂം ചെയ്യും. ഖാരിനാണെങ്കിലും മുഫ്രിദാണെങ്കിലും, ഖിറാനായി ഹജ്ജ് ചെയ്യുന്ന ആളാണെങ്കിലും ഇഫ്രാദോടുകൂടി ഹജ്ജ് ചെയ്യുന്ന ആളാണെങ്കിലും അവനും തവാഫുൽ ഖുദൂം ചെയ്യും. ആ തവാഫ് ചെയ്യുമ്പോൾ സത്യത്തിൽ സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ചോ, എവിടെയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത് എന്ന്? നമ്മൾ നേരത്തെ വിശദീകരിച്ചില്ലേ, എന്തിനു വേണ്ടിയാണ് ഈ കഅബ ഉണ്ടാക്കിയത്? അല്ലാ തുശ്രിക് ബി ഷൈഅ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്. അപ്പൊ ആ തവാഫ് എന്താ? അതും തൗഹീദാണ്. അവിടെ കല്ലുകളെയല്ല നമ്മൾ ആരാധിക്കുന്നത്, അല്ല, ഇത്തരത്തിലുള്ള ഒരു ആരാധന, ഈ തവാഫ് എന്ന ഒരു ഇബാദത്ത് മുസ്ലിമിന് അവിടെയല്ലാതെ വേറെ എവിടെയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ തവാഫ് ചെയ്തു. തവാഫ് ചെയ്യുമ്പോ ആ കഅബക്കകത്ത് ഒരുപാട് ബിംബങ്ങൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം അതൊക്കെ പുറത്തെടുത്തു. എന്നിട്ട് ഓരോന്നായി നശിപ്പിച്ചു. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് സ്ഥാപിക്കുകയായിരുന്നു. ശിർക്കിൽ നിന്ന്, തൗഹീദിന് വിരുദ്ധമായ ശിർക്കിൽ നിന്ന് ആ കഅബയെ മുക്തമാക്കുകയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തവാഫ് അങ്ങനെയാണ് പൂർത്തിയാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു തൗഹീദിന്റെ ഒരു മർമ്മമാണ് യഥാർത്ഥത്തിൽ കഅബ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ തവാഫ് ചെയ്യുന്ന സമയത്ത് അവിടെ മാത്രമുള്ള ഈ ഇബാദത്ത്, തൗഹീദിന്റെ ഈ ഇബാദത്ത്, കഅബയിൽ മാത്രം ചെയ്യാനുള്ള ഈ ഇബാദത്ത്, അത് ചെയ്യുമ്പോ തൽബിയത്ത് നിർത്തിയ ശേഷം അവന് പിന്നെന്താണുള്ളത്? പിന്നെ ഉള്ളത് അവന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനോട് ദുആകളാണ്, പ്രാർത്ഥനകളാണ്, റജാകളാണ്, പ്രതീക്ഷകളാണ്, സുആലുകളാണ്, ചോദ്യങ്ങളാണ്, ഇസ്തിആനത്തുകളാണ്, സഹായം ചോദിക്കലാണ്, ഇസ്തിഗാസകളാണ്, വിളിച്ചു തേട്ടങ്ങളാണ്. എന്തിനു വേണ്ടി? എല്ലാറ്റിനു വേണ്ടി, അവന്റെ ദുനിയാവും ആഖിറത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങൾക്കും വേണ്ടി. എന്താ കാരണം എന്നറിയോ? ഇപ്പോൾ അവൻ അള്ളാഹുമായി അടുത്തിരിക്കുന്നു. ഈ സ്ഥലത്ത് നിന്ന് അവന് അള്ളാഹുവിനോട്
അവന് എന്ത് ചോദിച്ചാലും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന് ഉദാഹരണം പറയാൻ പാടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ഇവിടെയുള്ള ഒരു നല്ല ധനാഢ്യന്റെ വീട്ടിലേക്ക് പോയി, അവനൊരു നല്ല ഔദാര്യവാനായ ധനികനാണ്. അവന്റെ അടുത്ത് ചെന്നു, അവനോട് ചില ആവശ്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവന് മാന്യനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ടില്ലേ അവിടുന്ന് അവന് നിങ്ങളെ വിടുള്ളൂ? അള്ളാഹു കരീമാണ്, അള്ളാഹു ജവാദാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ഇടയിലുള്ള മാന്യനായ ഔദാര്യനായ ഒരു സമ്പന്നൻ നിങ്ങൾ ചെന്നാൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ച് മാത്രമേ നിങ്ങൾ അവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുകയുള്ളൂ എങ്കിൽ അള്ളാഹിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാണ് അള്ളാഹു? അക്രമുൽ അക്രമീൻ വമലിക്കുൽ മുലൂക്ക് വറബ്ബുൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഇഹ്റാം ചെയ്ത് ഈ വസ്ത്രത്തിൽ ഈ ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെന്നാൽ അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണ്, അള്ളാഹുവേ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത് ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചാണ് കേട്ടോ. നിന്റെ വീടിനെ ഞാൻ തവാഫ് ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ അതൊന്നും തട്ടുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. ഇതാണ് തൗഹീദ്. ആ ഒരു യഖീനിലേക്ക് നമ്മൾ എത്തലാണ് സഹോദരന്മാരെ തൗഹീദ്. വല്ലാഹി അല്ലാഹുവാണ് സത്യം. നമ്മൾ ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ തൽബിയത്തെങ്കിൽ, നമ്മുടെ തവാഫെങ്കിൽ തീർച്ച കരീമായ റബ്ബ് റബ്ബുൽ കഅബ നമ്മളെ തട്ടുകയില്ല. കാരണം അല്ലാഹു ജവാദാണ്, അല്ലാഹു ഖാദിറാണ്, അല്ലാഹുവിന്റെ കയ്യിലാണ് ബിയദിഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഖജനാവ് മുഴുവൻ അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ അള്ളാഹുവാണ് നമ്മോട് പറയുന്നത്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനി ഫഅതിതു കുൽ വാഹിദ് മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖസുൽ മുഖിത് ഇദാ ഉദ്ഖില അൽ ബഹർ. ഭയങ്കര വാക്ക. അല്ലാഹ് പറയാം, എന്റെ ദാസന്മാരെ, മനുഷ്യരും ജിന്നുകളുമായ നിങ്ങളിൽ ആദ്യത്തേതും അവസാനത്തേതുമായ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഓരോരുത്തർക്കും അവർ ചോദിച്ചത് മുഴുവൻ നൽകിയാൽ സമുദ്രത്തിൽ മുക്കിയ ഒരു സൂചി അതിനെ കുറക്കുന്നത് പോലെ അതെന്റെ കൈവശമുള്ളതിൽ നിന്ന് ഒന്നും കുറവ് വരുത്തുകയില്ല. നോക്കൂ, നമ്മളൊരു സൂചി എടുത്ത് സമുദ്രത്തിൽ മുക്കിയാൽ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് വല്ലതും കുറഞ്ഞു പോകുമോ? അപ്രകാരമാണ്. അതാണ് അള്ളാഹു. സഹോദരന്മാരെ, എങ്ങനെയാണ് നമുക്ക് വേറൊരാളോട് ചോദിക്കാൻ പറ്റുക? ഇതാണ് തൗഹീദ്. ഇവിടെ തൗഹീദ് നമുക്ക് പൂർത്തിയാവുകയാണ്. നിങ്ങൾക്കറിയോ, സഹാബത്തിന്റെ തവാഫ് പറയുന്നുണ്ട്, ഇദാ താഫു ബിൽ ബൈത്ത് കാന അലാ റൂസിഹിം തയ്ർ. അവർ തവാഫ് ചെയ്യുമ്പോൾ അവരുടെ തലയിൽ പക്ഷികൾ വന്നിരിക്കണമായിരുന്നു. എന്താ പക്ഷികൾ വന്നിരിക്കാറ? അത്ര ഖാം, ഖയറ്റ്, സുകൂൻ, ഖുദൂ, സബാത്ത്. അങ്ങനെ സുബ്ഹാനല്ലാഹ്. എവിടെ പക്ഷികളിരിക്കുക? ആടിനടുത്ത് പക്ഷി ഇരിക്കോ? ചാടിനടുത്ത് പക്ഷി ഇരിക്കോ? നോ. മറിച്ച് വളരെ ശാന്തമായ സ്ഥലത്തെ പക്ഷി ഇരിക്കുള്ളൂ. അങ്ങനെയായിരുന്നു. എന്താ കാര്യം എന്നറിയോ? എന്താ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നുണ്ട്, മിൻ ശിദ്ദതി മാ യുസീബുഹും മിനൽ ഖുശൂഇ വൽ ഖുദൂഇ വൽ ഇസ്തിഖാന. തവാഫ് ചെയ്യുമ്പോൾ എവിടെയാ തവാഫ് ചെയ്യുന്നത്? ആരുടെ മുമ്പിലാ നിൽക്കുന്നത്? അല്ലാഹുവിന്റെ മുമ്പിലാ. അള്ളാഹുവിനോടുള്ള ഖുശൂഅ് കാരണം, ഭക്തി കാരണം, വിധേയത്വം കാരണം, എളിമ കാരണം. ഇതാണ് സഹോദരന്മാരെ, ഇതാണ് നമുക്കുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ആരുടെ മുറ്റത്താ നമ്മൾ നിൽക്കുന്നത്? ആരുടെ വീട്ടിലാ നമ്മൾ ചെന്ന് നിൽക്കുന്നത്? മലിക്കുൽ മുലൂക്കിന്റെ വീട്ടിലല്ലേ? നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമൊക്കെ ആരുമായാണ് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇതല്ലേ തൗഹീദ്? ഇതല്ലേ നമുക്ക് കിട്ടേണ്ട തൗഹീദ്? സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അല്ലാഹുവല്ലാത്ത ഏതൊക്കെ വാതിലുകളിൽ നമ്മൾ മുട്ടിയിട്ടുണ്ടെങ്കിലും, അല്ലാഹുവല്ലാത്ത ആരോടൊക്കെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ സാഹിറുകളെയും ഏതൊക്കെ ജ്യോത്സ്യന്മാരുടെയും അടുത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ മഖ്ബറുകളുടെ മുമ്പിൽ നമ്മൾ പോയി സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിലും, അത് അറിയാതെ ചെയ്തു പോയതല്ലേ? അത് തെറ്റാണെന്ന് ബോധ്യമായിട്ടില്ലേ? ഇനി മുതൽ ഇതാ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഈ പ്രവർത്തനമൊന്നും ചെയ്യുകയില്ല, അള്ളാഹു അല്ലാത്ത ആരോടും ഞാൻ ഇനി ചോദിക്കുകയില്ല എന്ന് ഈ കഅബയുടെ തിരുമുറ്റത്ത് വെച്ച്, ഈ തവാഫിൽ വെച്ച് തീരുമാനിക്കാൻ നമുക്കാവണം.
അപ്പോഴേ പൂർത്തിയാകൂ ഹജ്ജ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ ആരോടും ദുആ ചെയ്തുകൂടാ. ഹുവൽ ഹയ്യ് ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനല്ലാതെ ആരാധ്യനില്ല. അതുകൊണ്ട് പരിപൂർണമായി കീഴൊതുങ്ങി അവനോട് മാത്രം ദുആ ചെയ്യുക. ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. കാഫിറുകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്റെ അടിമ മുഹമ്മദ് നബി എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഞാൻ അവന്റെ അടുത്തുണ്ട്. അവൻ ചോദിക്കുന്ന പ്രാർത്ഥനക്ക് അവന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകും. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉക വലാ യദുറുക. നിനക്കൊരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും ചെയ്യാത്ത അല്ലാഹു അല്ലാത്ത ഒന്നിനോടും നീ ദുആ ചെയ്യരുത്. അഫമൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ് വയക്ഷിഫു സൂ. അല്ലാഹു അല്ലാത്ത ആരെങ്കിലും പ്രതിസന്ധികളിൽ കെട്ട് പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമോ? അവന്റെ പ്രതിസന്ധികൾ ഇല്ലാതാക്കുമോ? ഇത് നമുക്ക് അവിടുന്ന് കിട്ടണം. ഇതാണ് തൗഹീദ് പൂർത്തിയാകൽ. അതാണ് മൂന്നാമത്തെ രംഗം. സഹോദരന്മാരെ, നാലാമത്തെ രംഗം, നമ്മൾ തവാഫ് കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? തവാഫ് കഴിഞ്ഞു. 7 റൗണ്ടാണല്ലോ തവാഫ്. അത് കഴിഞ്ഞു. നമ്മൾ 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നമസ്കാരമുണ്ട്, അത് നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യം സൂറത്തുൽ കാഫിറൂൻ ഓതും ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ആ 2 സൂറത്തും എന്താ? സൂറത്ത് അത്തൗഹീദ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. സൂറത്തുൽ കാഫിറൂനിൽ എന്താ ഉള്ളത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ ചെയ്യുന്നതിന്, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കൂല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അഥവാ ബറാഅത്തും മിനശ് ശിർക്ക്. അതാണ് തഹ്ഖീഖുത്ത് തൗഹീദ്. ബറാഅത്തും മിനശ് ശിർക്ക്. എനിക്ക് ശിർക്കുമായി ഒരു ബന്ധമില്ല, ഞാൻ ഒഴിവാക്കി. എല്ലാവരോടും നമ്മൾ പറയണം, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. എനിക്ക് ഏകനായ റബ്ബുണ്ട്, അവന് മാത്രമായിരിക്കും എൻ്റെ ഇബാദത്ത്, അവനോട് മാത്രമായിരിക്കും എൻ്റെ ദുആ, അവനോട് മാത്രമായിരിക്കും എൻ്റെ ഇസ്തിആനത്ത്, അവനോട് മാത്രമായിരിക്കും എൻ്റെ ഇസ്തിഗാസ. സൂറത്തുൽ ഇഖ്ലാസോ, ആ സൂറത്തിന്റെ പേരെന്നെ ഇഖ്ലാസ് എന്നാ, അല്ലെ? അല്ലെങ്കിൽ തൗഹീദ് എന്നാ. സൂറത്ത് തൗഹീദ് എന്ന് പറയും. ഖുർആനിന്റെ 3-1 സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയില്ലേ, ഒരു സഹാബിയുടെ കഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഏത് നിസ്കാരത്തിനും ഇമാമുന്നാൽ ആദ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. സഹാബികളൊന്ന് നബിയുടെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു, ഇയാൾ എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണതെന്ന്. ജനങ്ങൾ ചെന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ വഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ. അതിലുള്ളത് അള്ളാഹുവിന്റെ സിഫത്ത്. ആരാണ് അള്ളാഹു എന്ന് പറയണം, അല്ലേ? അതുകൊണ്ട് അത് പാരായണം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന്. നിങ്ങൾക്കറിയോ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ആ ജനങ്ങളോട് പറഞ്ഞത് എന്ന്? അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു. നിങ്ങൾ ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് പറയണം, അള്ളാഹുവിന് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു റിവായത്തിലുണ്ട്, ഹുബ്ബുക ഇയ്യാഹ് അദ്ഖലകൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ സ്നേഹം മാത്രം മതി നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. എന്താ കാര്യം? തൗഹീദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സുബ്ഹാനല്ലാഹ്. 5-ാമത്തെ രംഗം, തവാഫ് കഴിഞ്ഞു, 2 റക്അത്ത് നമസ്കരിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? സഫയിലേക്കാണ്. സഫയിലേക്ക്. സഫാ മർവന്റെ ഇടയിൽ 7 റൗണ്ട്, 7 വട്ടം നമുക്കിങ്ങനെ നടക്കേണ്ടതുണ്ട്, അല്ലേ? അങ്ങനെ നടക്കാൻ വേണ്ടി സഫയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് ജാബിർ റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. ലമ്മാ ദന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സഫ ഖറഅ ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. ആ ആയത്തോതി നമുക്കറിയാലോ. സഫയിലെത്തിയപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി. അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് സഫയിൽ നിന്ന് തുടങ്ങി. അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന സഫ എന്നാണല്ലോ തുടങ്ങി, ഇന്നൽ മർവത്ത എന്നല്ലല്ലോ. ഓക്കെ,
എന്നിട്ട് സഫയുടെ മുകളിലേക്ക് കയറി. സഫയുടെ മുകളിലേക്ക് കയറിയിട്ട് കഅബ കാണുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ കയറി. എന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ആദ്യം വഹദല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വകബ്ബറഹു അല്ലാഹു അക്ബർ. എന്നിട്ട് എന്താ പ്രഖ്യാപിക്കുന്നത് കേട്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇതാണ് തൗഹീദിന്റെ ഈ ശബ്ദം നബി അവിടെ വെച്ച് മുഴക്കി. ഒരു തവണയല്ല, 3 തവണ. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇത് ആവർത്തിച്ചു. എല്ലാ റൗണ്ടിലും ഇത് ആവർത്തിച്ചു. എന്താ സഹോദരന്മാരെ ഇവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? തവാഫിൽ വെച്ച് നമുക്ക് തൗഹീദിന്റെ ആശയം നമ്മുടെ ഉള്ളിലേക്ക് കയറി, അല്ലേ? എനിക്ക് ഇസ്സത്ത് തോന്നാൻ തുടങ്ങി, അല്ലേ? നിങ്ങൾ ആലോചിക്കണം, അവിടെ നമ്മുടെ മുമ്പിൽ ഒരു ഖതീബ്, ഒരു പ്രാസംഗികനില്ല, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനില്ല, ഒരു വഅദ് പറഞ്ഞു തരുന്ന ഒരു വാഇദല്ല. നമ്മൾ സ്വയം പറഞ്ഞു. എന്ത്? അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സ്വയം പറഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് ഹജ്ജ്. ഇതിലൂടെയാണ് ഹജ്ജ് പൂർത്തിയാവുക. നിങ്ങൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ ഹജ്ജിന്റെ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഞാൻ വേറെ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത്, നീണ്ടുപോകുമെന്നതുകൊണ്ട്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം, ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് അള്ളാഹു പൂർത്തിയാക്കുകയാണ് നമ്മുടെ തൗഹീദ് പൂർത്തിയാക്കുകയാണ്. നമ്മൾ അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു തൗഹീദ. 6ാമത്തെ രംഗം സഹോദരന്മാരെ, നമ്മൾ ഹജ്ജിലേക്ക് പ്രവേശിച്ചു. ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ഇതുണ്ട് കേട്ടോ. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. തൽബിയത്തിലൊക്കെ ഇതുണ്ട്. ഒക്കെ ഇതാണ് നിറയെ. അറഫയിലേക്ക് പോകാം നമുക്ക്. അറഫയിലെത്തി. അറഫ എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജിന്റെ റുക്നാണ്. അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല. അൽ ഹജ്ജു അറഫ. അറഫയിൽ നിൽക്കാതെ എന്തില്ല? ഹജ്ജില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അത് വിശദീകരിക്കേണ്ടതില്ല. അറഫയുടെ റുക്കിൻ, ഹജ്ജിന്റെ റുക്കിനാണ് എന്ത്? ഹജ്ജ്. റുക്കിൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. നോക്കൂ, ദുൽഹജ്ജ് 9 ളുഹർ മുതൽ മഗ്രിബ് വരെ, അല്ലെ? ഇനി പറ്റാത്തവർ, സാധ്യമല്ലാത്തവർ നോക്കൂ, ശ്രദ്ധിക്കണം, 10 സുബ്ഹിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ഒരു സെക്കൻഡെങ്കിലും അറഫയിൽ പോയി നിൽക്കണം. അതാണ് ഹജ്ജ്. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അറഫ. അറഫ എന്ന് പറഞ്ഞാൽ, യൗമു അറഫ എന്ന് പറഞ്ഞാൽ ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം. മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അത് അന്നിട്ടോ ദുൽഹജ്ജ് 9. അറഫ അവിടെ നേരത്തെ ഉണ്ട്, മുമ്പുണ്ട്, ശേഷമുണ്ട്. പക്ഷെ അന്നത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ എവിടെയുള്ളത്? അറഫയിലാണ്. പരിശുദ്ധമായ ഭൂമിയിൽ, അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന ഭൂമിയിൽ മുഴുവൻ ഹാജിമാരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അവിടെ അറഫയുടെ ദിവസം വൈകുന്നേരം വരെ അവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട് അവിടെ. വല്ലാത്ത ഒരു രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫയുടെ ദിവസം പ്രഖ്യാപിക്കുകയാണ്. കേട്ടോ തൗഹീദ് എവിടെ? അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. അഫ്ളലു ദുആഉ യൗമി അറഫ. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫയിലെ ദുആ ആണ്. ഇനി കേട്ടോ എന്താ അടുത്ത വാചകം? ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. അറഫയുടെ ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ, പറഞ്ഞ വാക്കുകളിൽ, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തത്? എന്താ സഹോദരന്മാരെ? എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട്? പരിശുദ്ധമായ ദിവസം, അങ്ങനെയുള്ള വേറൊരു ദിവസമില്ല. അറഫയെ പോലെയുള്ള വേറൊരു ദിവസമില്ല. അറഫയിലെ മണിക്കൂറുകളെ പോലെ വില പിടിച്ച വേറെ മണിക്കൂറുകളില്ല. നമ്മള് ലക്ഷക്കണക്കിന് ചെലവാക്കി പ്രയാസപ്പെട്ടെത്തിയത് ഇതിനു വേണ്ടി മാത്രമാണ്. അവിടെ ചെന്ന് നിന്നവർക്കൊക്കെ അള്ളാഹു പുറത്തു തരികയാണ്. നോക്കൂ, നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്ന് വൈറ്റ് പേജിന്റെ വെള്ള പേജിന്റെ ഉടമകളായി, ഒരു പുതിയ കുഞ്ഞായി, നിഷ്കളങ്കരായ കുഞ്ഞായി, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അറഫയിൽ തിരിച്ചു വരികയാണ്.
സുബ്ഹാനല്ലാഹ്, എന്താ കാര്യം? അവന്റെ തൗഹീദ് അവിടെ ശുദ്ധമായി കഴിഞ്ഞു. അവൻ അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് തൗഹീദിന്റെ വാക്കാ, ഏറ്റവും കൂടുതൽ മുഴക്കിയത് തൗഹീദിന്റെ വാക്കാ. അവൻ പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നോക്കൂ സഹോദരന്മാരെ, നോക്കൂ, അള്ളാഹുമായി നമ്മൾ എന്തുമാത്രം ശക്തമായ ബന്ധമുണ്ടാക്കി. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയല്ലേ? നോക്ക്, മനുഷ്യൻ അവിടെ അത്രയും വിലപിടിച്ച സ്ഥലത്ത്, വിലപിടിച്ച സമയത്ത് അവന് ഏറ്റവും കൂടുതൽ പറയേണ്ടത് തൗഹീദിന്റെ വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സഹോദരന്മാരെ, ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ അറഫയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ പിന്നീട് നമ്മുടെ ഹൃദയവുമായി വേറൊരാൾക്കും ബന്ധമില്ല. ഇല്ല, ഒരദൃശ്യ ശക്തിയുമായി നമ്മുടെ ഹൃദയത്തിന് ബന്ധമില്ല. നമുക്കൊരു ശക്തി മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു എന്ന ശക്തി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. ആ കരാർ നമ്മൾ പുതുക്കി ആവർത്തിച്ച് ആയിരക്കണക്കിന് തവണ പറയണം, ആയിരക്കണക്കിന് തവണ അറഫയിൽ ആവർത്തിക്കണം. ഏറ്റവും കൂടുതൽ ആവർത്തിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു, ഇതാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് നമ്മളവിടെ പിരിഞ്ഞു പോകുന്നത്? നമ്മുടെ ഉള്ളു നിറയെ അല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടി, മഗ്ഫിറത്ത് കിട്ടി, ഒരു പുതിയ ജീവിതവുമായി. സുബ്ഹാനല്ലാഹ്. അതാണ് സഹോദരന്മാരെ യൗമു അറഫ. അറഫ ദിനത്തിൽ നമ്മൾ ദുനിയാവിനെ കാണുന്നത് ഏറ്റവും നിസ്സാരമായിട്ടായിരിക്കും. ദുനിയാവിൽ ഒരു വിഷയവും നമുക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല, വളരെ നിസ്സാരം. ആഖിറത്തിനെ നമ്മൾ അവിടെ വെച്ച് കാണുന്നത് ഏറ്റവും വലുതായിട്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതാണ് തൗഹീദ്. നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മൾ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ് ദുനിയാവ് എന്തുമാത്രം നിസ്സാരമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചത് മുഴുവൻ, അല്ലേ? പക്ഷേ ആഖിറത്താണ് ഏറ്റവും വലുത് എന്ന് നമുക്കവിടെ അനുഭവം ഉണ്ടാവുകയാണ്. അഥവാ അള്ളാഹു അല്ലാത്ത എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പറിച്ചെറിയുമ്പോൾ, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പറിച്ചെറിയുമ്പോൾ അള്ളാഹു അവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഏറ്റവും വലുത് അള്ളാഹു ആവുകയാണ്. അതാണ് സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് സഹോദരന്മാരെ അറഫയിൽ നിന്ന് തിരിച്ചു പോരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിന്നെ അവൻ സ്വർഗത്തിലെത്താതിരിക്കുക? അറഫയിൽ നിന്ന് ഈ ഒരു വികാരത്തോടു കൂടി, ഈ ഒരു തൗഹീദോടു കൂടി തിരിച്ചു പോന്നാൽ എങ്ങനെയാണ് സഹോദരന്മാരെ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുക? അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്ക് നാം അഭയം പ്രാപിക്കുക? അള്ളാഹു അല്ലാത്ത ഒന്നിനോട് നാം ദുആ ചെയ്യുക? അള്ളാഹു അല്ലാത്ത ഒന്നിനോട് നാം ഇസ്തിഗാസ നടത്താൻ പറ്റുമോ? നമുക്ക് പറ്റൂല. ഏഴാമത്തെ രംഗം സഹോദരങ്ങളെ, ഹജ്ജിൽ തൗഹീദ് പൂർത്തിയാകുന്ന ഏഴാമത്തെ രംഗം മിനയാണ്. നമ്മൾ അറഫയിൽ നിന്ന് വന്നു, മുസ്ദലിഫയിൽ വന്നു, രാത്രി താമസിച്ചു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത താമസമാണ്. നമുക്കത് അടുത്തതിൽ വിശദീകരിക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ സുബ്ഹി നമസ്കരിച്ചിട്ട് ദുൽഹജ്ജ് 10 സുബ്ഹി കഴിഞ്ഞിട്ട് മിനയിലേക്ക് പോവുകയാണ്. എന്താ മിന? അയ്യാമു മിന, അത് അയ്യാമു ദിക്രിൻ വ തക്ബീരിൻ വ തഹ്ലീൽ. എന്താ പറയാ? ദിക്റിന്റെ ദിവസം, തക്ബീറിന്റെ ദിവസം, തഹ്ലീലിന്റെ ദിവസം. അറഫയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോരുമ്പോ നോക്കൂ, അറഫയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ 2 ശബ്ദം മിക്സ് ചെയ്ത് കേൾക്കാം നിങ്ങൾക്ക്. ഒന്ന് തൽബിയത്തിന്റെ ശബ്ദമാണ്, ജംറയിൽ കല്ലെറിയുന്നത് വരെ തൽബിയത്ത് ചെല്ലാം. അതിൻ്റെ ഇടയ്ക്ക് തക്ബീറിന്റെ ശബ്ദമുണ്ട്. രണ്ടും തൗഹീദിന്റെ ശബ്ദം. ജംറയിൽ കല്ലെറിയുന്നതോടുകൂടി തൽബിയത്ത് നിന്നു, പക്ഷെ തൗഹീദ് നിന്നിട്ടില്ല. വീണ്ടും പറയുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, എന്തുമാത്രമാണ് അള്ളാഹു നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്ന്. അറഫയിൽ നിന്ന് പൂർണ്ണശുദ്ധരായി മുവഹിദുകളായി മിനയിലേക്ക് ഒഴുകുന്ന നാം അവിടെ വെച്ച് വീണ്ടും പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൗഹീദിന്റെ ശബ്ദം, അല്ലെ? 8ാമത്തെ രംഗം നിങ്ങൾ നോക്കൂ. മിനയിലെത്തിയിട്ട് അതൊരു വല്ലാത്ത ഒഴുക്ക. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്ര അതിമനോഹരമായ യാത്രയാണ്. തൽബിയത്തും തക്ബീറും നിറഞ്ഞ യാത്ര, തൗഹീദ് നിറഞ്ഞ യാത്ര. എന്നിട്ട് ജംറയിലെത്തി, ജംറയിൽ കല്ലെറിയുമ്പോ ഓരോ കല്ലിന്റെയും കൂടെ എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓരോ കല്ലിന്റെയും കൂടെ. അഥവാ ഞാൻ പറയുകയാണ്, എന്റെ ഓരോ ശ്വാസത്തിലും ഇനി അല്ലാഹു അക്ബർ. എന്റെ കൽബിൽ അല്ലാഹു അല്ലാതെ
മറ്റൊന്നുമില്ല. എൻ്റെ കൽബിൽ അള്ളാഹുവാണ് ഏറ്റവും വലുത്. അള്ളാഹു അല്ലാത്ത എല്ലാം എനിക്ക് നിസ്സാരമാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഒട്ടകപ്പുറത്ത് പിന്നിലിരുത്തി പറഞ്ഞ ഉപദേശമില്ലേ, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഉറപ്പിക്കണം, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോടെ ചോദിക്കാവൂ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോടെ സഹായം തേടാവൂ. തീർന്നില്ല. 9ാമത്തെ രംഗം, നമ്മൾ അവിടുന്ന് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിവ് നടത്തണം. അറിവ് നടത്തുമ്പോൾ അള്ളാഹ് പറഞ്ഞല്ലോ, ഫസല്ലി ലിറബ്ബിക വൻഹർ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒക്കെ അല്ലാഹ്ക്ക. നുസുകി, നുസുക്ക് എന്ന് പറഞ്ഞാൽ അറവാണ്. നുസുകി എങ്ങനെയാണ് അറക്കണത്? എന്ത് പറഞ്ഞിട്ട് അറക്കണത്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. തൗഹീദിന്റെ ശക്തമായ ശബ്ദം, തൗഹീദിന്റെ ശക്തമായ ശബ്ദം. ഇങ്ങനെ ഹജ്ജിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്താണുള്ളത്? നമ്മുടെ തൗഹീദിനെ ഉറപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ രീതിയിൽ തൗഹീദ് ഉറച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇനി അവൻ തെറ്റുപറ്റുക? എങ്ങനെയാണ് അവന്റെ മാർഗം സ്വർഗത്തിലേക്കല്ലാത്ത മറ്റൊരു മാർഗമായി തീരുക? ഈ ഒരു ഹജ്ജാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ, ഈ ഒരു ഹജ്ജാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചതെങ്കിൽ ഉറപ്പ്, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്കും നാം ഇനി തിരിയൂല, ആരോടും പ്രാർത്ഥിക്കൂല. ഇല്ല, എത്ര വലിയ കഥകൾ കേട്ടാലും. ഇപ്പൊ കഥയാണല്ലോ നമ്മളെ തെറ്റിക്കുന്നത്. കഥ, അള്ളാഹുവിനെ വെല്ലുന്ന കഥകൾ, അല്ലെ? അള്ളാഹു അല്ലാത്ത മുദബ്ബിറുകളെ കുറിച്ച് പറയുന്ന കഥകൾ. ഇന്ന ജാറത്തിലും ഇന്ന മഖ്ബറകളിലുമൊക്കെ ഇന്ന സ്ഥലത്തുള്ള സാലിഹായ മനുഷ്യന്റെ കഥ, ഇന്ന സ്ഥലത്തുള്ള സാഹിറിന്റെ കഥ, ഇന്ന സ്ഥലത്തുള്ള ദജ്ജാലുകളുടെ കഥ. ഈ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ തൗഹീദ് തെറ്റിക്കാണ്. എങ്ങനെയാണ് സഹോദരന്മാരെ ഇങ്ങനെ ഹജ്ജ് ചെയ്ത ഒരാൾക്ക് തൗഹീദ് നഷ്ടപ്പെടുക? ഒരിക്കലുമില്ല. ഇതായിരിക്കണം ഹജ്ജ്. ഈ ഹജ്ജിലൂടെ നമ്മൾ പോയാൽ ഈ തൗഹീദിന്റെ വാക്കുകൾ ഹൃദയം തട്ടി ചൊല്ലി, ഹൃദയം തട്ടി അറിഞ്ഞ് നമ്മൾ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗഹീദ് പൂർത്തിയാക്കി തരും, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാ സ്വർഗം തരാന്ന് പറഞ്ഞത്. ഇത് ചില്ലറ കാര്യമല്ല. നോക്കൂ, തൗഹീദ് എന്ന് പറയുന്നത് പ്രസംഗമല്ല കൂട്ടരെ. തൗഹീദ് എന്ന് പറയുന്നത് ഞാനീ പറയുന്ന ശബ്ദമല്ല കൂട്ടരെ. തൗഹീദ് അള്ളാഹു ഹജ്ജിലൂടെ നമുക്ക് എങ്ങനെയാണ് തൗഹീദ് ഹജ്ജ് എന്ന സ്കൂളിൽ കൊണ്ടുപോയി നമ്മളെ പരിശീലിപ്പിക്കുക. 5-6 ദിവസം എവിടുന്ന് തുടങ്ങിയത് നമ്മൾ? 5-6 ദിവസം നമുക്ക് ഒരു ചോയ്സും ഇല്ല. ഇതെന്നെ പറയണം, ഇതെന്നെ ചെയ്യണം, നോ ചോയ്സ്. പഠിപ്പിച്ചത് എങ്ങനെയാ? പ്രസംഗത്തിലൂടെയല്ല, പരിശീലിപ്പിച്ചു, ട്രെയിനിങ് നൽകി. ഓരോ രംഗത്തും തൗഹീദിന്റെ ആ ശബ്ദം, ആ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ അള്ളാഹു നിറച്ചു. അങ്ങനെ നല്ല ഒരു സ്കൂളിനാണ് നമ്മൾ വരുന്നത്. തൗഹീദ് പഠിച്ച് ഹജ്ജിന്റെ പാഠശാല, തൗഹീദ് പഠിക്കാനുള്ള പാഠശാല. എല്ലാം ഹജ്ജിന്റെ ഓരോ രംഗവും നമ്മൾ കണ്ടില്ലേ? ഇപ്പോ ഓരോന്നിലും എന്താ ഉള്ളത്? ഓരോന്നിലും നിറഞ്ഞു നിൽക്കുന്നത് തൗഹീദ്. നോക്കൂ, ഇങ്ങനെ നിറഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സഹോദരന്മാരെ, നമ്മളെങ്ങനെയാണ് കഅബാലയത്തിൽ നിന്ന് വിടവാങ്ങി നമ്മൾ തിരിച്ചു പോരുമ്പോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ തൗഹീദ് അവിടെ ഇട്ടുപോവുക? ഇല്ല സഹോദരന്മാരെ, ഇല്ല. നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കും. എങ്ങനെയാണ് നമ്മളെങ്കിൽ, ഇതാണ് നമ്മളെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് തൗഹീദിന് വിരുദ്ധമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ തിരഞ്ഞു നോക്കണം. അവരെ കഴുത്തിലും അവരെ അരയിലുമൊക്കെ പല സാധനങ്ങളും കെട്ടിയിട്ടിട്ടുണ്ട്. ആ കെട്ടിയതൊക്കെ അഴിച്ചെറിഞ്ഞേ തീരൂ. അപ്പോഴേ ഹജ്ജ് പൂർത്തിയാകൂ, അപ്പോഴേ ഹജ്ജ് സ്വീകരിക്കൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഒരുപാട് സാഹിറുകളും ഒരുപാട് തൽസമാത്തിന്റെ പണിക്കാരും ഒരുപാട് അദൃശ്യം പറയുന്നവരും ഒരുപാട് കള്ളക്കഥ മെനഞ്ഞു വരുന്നവരും ഒക്കെ നമ്മുടെ തൗഹീദ് നശിപ്പിക്കാൻ വേണ്ടി വരും. അവരോട് നമ്മൾ പറയണം, നോ, ഞങ്ങൾ ഹജ്ജ് ചെയ്തവരാണ്, ഞങ്ങളുടെ ഹജ്ജിൽ ഞങ്ങൾ കണ്ടത് അതല്ല, ഇതാണ് ഹജ്ജ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് നൽകിയ സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് സഹാബത്തിനെ കൊണ്ടുപോയി പഠിപ്പിച്ചു? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ തൗഹീദുള്ള ഹജ്ജ്, തൗഹീദ് പൂർത്തിയാകുന്ന ഹജ്ജ്, തൗഹീദ് സ്ഫുടം ചെയ്ത് മുവഹിദായി മാറുന്ന ഹജ്ജിന്റെ ഉടമകളാകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ തീർത്തു പറയുകയാണ് സഹോദരന്മാരെ, നമ്മള്
പോയ ഹൃദയത്തോടു കൂടിയല്ല തിരിച്ചു വരേണ്ടത്. പോയത് ശൂന്യമായ ഹൃദയവുമായാണ്, അല്ലെങ്കിൽ കുറെ ശിർക്കുള്ള ഹൃദയവുമായിട്ടാണ് തിരിച്ചു വരേണ്ടത്. തൗഹീദ് നിറച്ചുകൊണ്ടായിരിക്കണം. തൗഹീദ് നിറച്ചുകൊണ്ട്, ആ തൗഹീദ് നിറച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വന്ന് ആ തൗഹീദോടുകൂടി, ആ യഖീനോടുകൂടി റബ്ബിനെ കണ്ടു വേണം നമ്മൾ ഇൻഷാ അല്ലാഹ് റബ്ബിനെ കണ്ടുമുട്ടാൻ. അങ്ങനെ വേണം. അപ്പോഴാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ പ്രതിഫലം കിട്ടുക. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.